വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ വ്ലോഗ്സ്. ഹസി ബേബി ഒരു ഹലോ പറഞ്ഞേ. ഇങ്ങനെ പറ, ഹായ് എന്ന് പറ, ഇങ്ങനെ പറ. ചക്കര ഉഷാറേക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്തോളൂട്ടോ, എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. ഗൈസ് വെരി ഗുഡ് മോർണിംഗ്. അതെ, നിക്ക് ഇന്നൊരു വേറൊരു ഐറ്റം ഉണ്ട്, കാണിച്ചിടാം. പിന്നെ ഇതെടുത്ത ജിം എടുത്ത ജിമ്മ് ഇന്ന് പുതിയ സാധനം പഠിച്ചതാണ്. ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ഓരോന്ന് പഠിച്ചോണ്ടിരിക്കണത്. നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. രാവിലെ തന്നെ എണീറ്റ് ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പൊ വന്നോളൂ. പിന്നെ ഹസി ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ഉമ്മ തരോ പൊന്നാ? ഓ ഇപ്പൊ ഇടയ്ക്ക് ഇപ്പൊ തരണ്ട്, അല്ലെങ്കിൽ ചോദിച്ചാൽ തരില്ല. ഇപ്പൊ നല്ല നേരം, അതുകൊണ്ടാണ് ഉമ്മ തരുന്നത്. അല്ല പൊന്ന, നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. കുളി കഴിഞ്ഞ് ഇവന്റെ ഒരു പാട്ട് പന്ന കഴിഞ്ഞുള്ള കുളിക്കാൻ എന്ത് പെടാൻ പെടണേ. അല്ലെങ്കിൽ വെള്ളത്തിൽ കളിച്ചോണ്ടിരുന്നവനാ. ഇപ്പൊ ഉണ്ടല്ലോ വെള്ളം കാണുമ്പോ ഊട്ടുക്കത്തെ കരച്ചിൽ. വെള്ളത്തിൽ അവൻ കളിക്കും, ഫുൾ ടൈം വെള്ളത്തിൽ കളിയാ. ബാത്റൂമിൽ ചെല്ലുമ്പോ അവനെ കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിലെ കളി. പക്ഷെ വെള്ളം അപ്പൊ നമുക്ക് അതാ പരിപാടി. ഫുഡ് കഴിച്ചോ നീ? ഞാൻ കഴിച്ചു. ചോറ് കൊടുത്താ? ഇന്ന് ഇവന്റെ വാക്സിനേഷൻ ആണ്. ഇന്ന് വാക്സിൻ കൊടുക്കാൻ വേണ്ടി പോണം. ഉണ്ണിനെ കൊണ്ട് നമുക്ക് ആശുപത്രിക്ക് പോകണം. നമ്മൾ ഇന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് പൊന്നൂസിന്റെ പുതിയ ഫോണിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്ന് നിങ്ങളൊന്ന് പറഞ്ഞോളട്ടെ. വീഡിയോക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന്. പിന്നെ വലിപ്പൊക്കെ സെയിം തന്നെയാ. ക്ലാരിറ്റി വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ. ക്ലാരിറ്റി വ്യത്യാസം ഒന്നുമല്ല, ക്ലാരിറ്റി കൂടി ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നില്ല, എന്തായാലും പറഞ്ഞോളൂ. ഇത് കണ്ട, ഞാൻ ഉണ്ണിക്ക് വേണ്ടി വാങ്ങിയതാണ് മറ്റേ ഹിപ് സീറ്റ് ഇല്ലേ, ഹിപ് സീറ്റ് വേറെ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. ഇത് നോക്കി നീ 4-in-1 നീ ഇതേക്കണ കണ്ട. നമ്മള് വാങ്ങിയത് നോക്കിയാൽ ലാപ്പിന്റെ നമ്മള് വാങ്ങിയത് ലവ് ലാബ് റോയൽ ഹിപ് സീറ്റ് ബേബി കാരിയർ. ഇതിൻ്റെ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. 15 കിലോ വരെ വെയിറ്റ് താങ്ങാനായിട്ട് പറ്റും. ഒരു 2 വയസ്സ് വരെയൊക്കെ നമുക്ക് ഉണ്ണികൾക്ക് യൂസ് ചെയ്യാം. 13209 യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 പൊസിഷനിൽ നമുക്ക് ഉണ്ണികൾ ഇടാനായിട്ട് പറ്റും. ഒന്ന് പുറത്തേക്കും അതുപോലെ ഉള്ളിലേക്കും ഒക്കെ നമുക്ക് ഇരുത്താം. ഇത് വെയർ ചെയ്യാൻ ഈസിയാണ്. ബാക്കിലും സൈഡിലും ലോക്ക് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് ടൈറ്റ് ആക്കിയാൽ മതി. പിന്നെ നമ്മുടെ മുകളിലെ പാർട്ട് മാറ്റി ഹിപ്പിൽ മാത്രമായിട്ട് ഉണ്ണിനെ വെക്കാനും പറ്റും. ഉണ്ണികൾ ഇരുത്തുമ്പോൾ നമ്മുടെ ഹിപ്പിൽ നല്ലൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട്. റെഡി ആയിക്കോടാ, അവൻ റെഡി ആക്കില്ല, നീ റെഡി ആയി, അമ്മച്ചും റെഡി ആയിക്കോ. അമ്മച്ചും പോരെ ബേബി, നമുക്ക് ടാറ്റ പോവാട്ടാ. കാറിൽ പോവാട്ടെ പൊന്നപ്പോ, ഒങ്ങാണ്ടിരുന്നോളാ. കാറിൽ പോവാട്ടാ, ഡാഡയുടെ സ്മാർട്ട് വരാട്ടാ. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മള് പോവാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാട്ടാ. ആ ചേച്ചി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പോണ സ്ഥലത്തിന്റെ പേര് കുടുംബാരോഗ്യ കേന്ദ്രം. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിലേക്കാ പോകേണ്ടത്. അല്ല, അതല്ല നമ്മളിവിടെ തൊട്ടടുത്താണ്. ഒരു 1.5 കിലോമീറ്റർ, 1 കിലോമീറ്റർ ഉള്ളു. ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മതി. കറക്റ്റ് 10 കിലോ കരയിരിക്കോട്ടോ. കീറില്ലേ ഹസിബേബിയുടെ ബുക്ക. തിരുമലേന്ന് കരയിലൂടെ പൊന്നാ. പൊക്കോളം പറഞ്ഞാ ഓക്കെ. ബസ് ബേബി പോവാടാ. പൊന്നിട്ട് നോക്കണേ, കണ്ടിട്ട് നോക്കണേ. മിഠായി മേടിച്ചിട്ട് ആടെ മിഠായി മേടിച്ചോണ്ടിരാടാ. എന്താ എന്തിനു വേണ്ടെന്ന് പറയുന്നത്? തള്ളക്ക് സന്തോഷമായി. അവളുടെ സന്തോഷം നോക്ക്. അപ്പച്ചനെ വൈകുന്നേരം അപ്പച്ചൻ വരുമ്പോ ഈ മിഠായി കൊടുക്കാറുണ്ടാവും. അങ്ങനെ നമ്മള് വീട്ടിലെത്തിയപ്പോഴത്തേനും വീട്ടിലെത്തി അല്ലെ? വീട്ടിലെത്തി ഹസ്ബേബി അവന് ചോറ് കൊടുത്തോ? വന്നപ്പോ മരുന്ന് കൊടുക്കണം ഞാൻ കണ്ടു, ചോറ് കൊടുക്കണില്ല. നമ്മക്ക് ഫുഡ് കഴിക്കണം. അമ്മിച്ച് കഴിച്ചിട്ടില്ലല്ലോ. അവനോ നീ എപ്പോ കഴിച്ചു? ആഹാ, ഞാൻ നിങ്ങളാരും കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കണ. എന്തൊരു കറി എന്നിട്ടാ? ചെറുപയറ് കറന്നില്ല, മീൻ കറി ഉണ്ട്. ഇതെന്നിട്ടാ?
മറുത്തതുണ്ട്. ഇത് കണ്ട നമ്മളിപ്പോ ചാലക്കുടി വന്നേക്കാണ്. നമ്മൾക്ക് നമുക്ക് പെട്ടെന്ന് ഹസ്ബേബിനെയും അമ്മച്ചിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ പെട്ടെന്ന് വരേണ്ടി വന്നു. ഉണ്ണി ഉറങ്ങി. ആ സമയത്ത് ഉറങ്ങി. അപ്പച്ചന്റെ കടയാണ്. ഇവിടെ എനിക്ക് വരാൻ ഇഷ്ടമുള്ളത് എടുക്കാൻ തിന്നാം. ഇത് കട എവിടെയാണെന്നറിയോ? പോട്ട ജംഗ്ഷനിൽ തന്നെയാട്ടാ. ഇത് നോക്കിയാ ഇരിഞ്ഞാലക്കുട പോണ റൂട്ട് നേരെ കാണുന്നത് ഇതാ കടയാണ്. ഞാൻ ആദ്യം ഇങ്ങനെയായിരുന്നു എന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ സമയത്തേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, സാധനങ്ങളൊക്കെ എടുക്കും, എന്നിട്ട് നേരെ അവിടെ കാടും. ആളത് മാത്രമേ തീരുള്ളൂ. വായ തുറന്നൊന്നും ഉരിയാടില്ല. ഞാൻ പറഞ്ഞല്ലോ അതെ കോട്ട ഇരിഞ്ഞാലക്കുട റോഡാണ്. അതെ, ഈ കാണുന്നത് ഇരിഞ്ഞാലക്കുട എന്നുള്ള വഴി. ഇത് ധന്യയിലേക്കുള്ള വഴി. ഇത് ചാലക്കുടിക്കുള്ള വഴി. റൈറ്റ് സൈഡിൽ കോട്ട പള്ളി. അതിന്റെ നേരെ നടക്ക് ദേ ഇവിടെ കട. ബാബേണ്ട കട. ആരെങ്കിലോട് ചോദിച്ചാ മതി. മതി. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു. സാധനങ്ങളൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ കടയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഡിസ വ്ലോഗ്സിന്റെ ആൾക്കാരാന്ന് പറഞ്ഞത്. ഡിസ്കൗണ്ട് തരാന്ന് അറിഞ്ഞൂടാ, അത് പറഞ്ഞിട്ടില്ല. അപ്പനോട് ചോദിച്ചാ മതി. വീട്ടില് തിരിച്ചെത്തി. വേനുണ്ടോ പൊന്നിന്? എവിടെ വേനോ? ഗൈസ്, നമ്മള് വീട്ടിലെത്തി. ഉണ്ണി ഉറങ്ങായിരുന്നു. അതെ, ഉണ്ണി ഉറങ്ങായിരുന്നു. അല്ല, ഞങ്ങള് ഞങ്ങൾ പോയ സമയത്ത് ഉറങ്ങി. തിരിച്ചെത്തി കഴിഞ്ഞപ്പോ ഞങ്ങള് രാവിലെ പൊന്നൂസോടെ എത്തി കഴിഞ്ഞപ്പോ ആളും ഭയങ്കര ബഹളം. ഞാനെടുത്തപ്പോയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായി. ഞാൻ എടുത്തപ്പോ ചൂടുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണ സമ്മതിക്കാണ്ട് ഞങ്ങൾ വണ്ടിയിലൂടെ ഡ്രൈവ് പോയി. അത് വന്നു കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആള് താഴ്ത്തിറങ്ങണില്ല. അല്ലേ? അല്ല പൊന്ന. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഉറങ്ങിയാ നീ? നിന്റെ കൂടെ റൂമിൽ വന്നിട്ട് വെറുതെ കിടന്നുള്ളൂ അല്ലേ? എന്നെ വിളിച്ചാ? എന്നിട്ട് കുരിശും പിടിച്ച് കിടക്കണേ. എങ്ങനെ കിടക്കുന്നത്? കരയാണ്ടിരുന്നാ മതി പൊന്നാപ്പി. ഉറങ്ങിക്കോട്ടെ പൊന്ന. ഉറങ്ങിക്കോട്ടെ. അത് പാല് കുടിച്ചുള്ളാലോ. നീ ഫുഡ് കഴിച്ചില്ലേ? ഞാൻ കഴിക്കട്ടെ കേട്ടോ. സമയം 10:30 ആവാറായി. 10:30 ആയി ഓൾമോസ്റ്റ്. അതെ, ഇപ്രാവശ്യം അവന് വാക്സിൻ അടിച്ചത് അവന് ശരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ട്. നല്ല വേദന എടുക്കുന്നുണ്ട്. അവനെ വെറുതെ താഴ്ത്തി നിർത്തുമ്പോ തന്നെ ആള് കിടന്ന് കരയിൽ വേദന എടുത്തിട്ട്. അത് നാളത്തേക്ക് റെഡിയാവും എന്നാണ് വിശ്വാസം. രാവിലെ എണീക്കുമ്പോ തന്നെ റെഡിയാവുന്ന വിശ്വാസം. കുഴപ്പമൊന്നുമില്ല. അത് ശരിക്കും പനി ഉണ്ടാവുകയാണെങ്കിൽ അത് എഫക്റ്റ് ആയി എന്നുള്ളതാണ്, സിംറ്റമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അത് വെച്ച് നോക്കുമ്പോ അല്ല, ചെറിയ ചൂടുണ്ട്. അവനെ പിടിക്കുമ്പോഴൊക്കെ ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കണക്കിന് ആള് പാല് കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങി അല്ലേ? ഇനി അവിടെ എനിക്കുള്ളൂ എന്ന് വിചാരിക്കാം. വേന എടുത്തിട്ട് എനിക്ക് വഴിയില്ല. നടക്കുമ്പോഴേ വേന എടുക്കണുള്ളൂ. തിരിയുമ്പോ അങ്ങനെ അനങ്ങുമ്പോ വേനക്ക് മേടിക്കണേ. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. എന്തായാലും ഇനി പോയി കിടന്ന് ഉറങ്ങണം. അത്രയ്ക്കേ ഉള്ളൂ. ഇതായിരുന്നു കേസ് നമ്മളുടെ ഒരു ദിവസം രാവിലെ മുതൽ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. എക്സാക്ട് ഗുഡ് നൈറ്റ്. ബൈ ബൈ.